إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിയിൽ എപ്പോഴും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്നു അവന്റെ ഉത്തമദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമളാനിന്റെ പുണ്യകരമായ ദിനരാത്രങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ അതിന്റെ പുണ്യം വാരിക്കൂട്ടുവാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു ഒരുപാട് വിപ്ലവങ്ങളുടെ മാസമാണ്. നമുക്കറിയാവുന്ന ഒരൊറ്റ വിപ്ലവമേ റമളാനിലുള്ളൂ. അത് ബദരീങ്ങളുടെ ആണ്ടാണ്, അല്ലെങ്കിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞതാണ്, ബദരീങ്ങളുടെ ആണ്ട്. അത് കഴിഞ്ഞ ദിവസമായിരുന്നു നോമ്പ് 17. നമ്മളാകെ മനസ്സിലാക്കിയത് റമളാനിൽ അങ്ങനെ ഒരു വിപ്ലവം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ്. പിന്നെ റമളാനെ കുറിച്ച് നമുക്കുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു ഫുഡ് ഫെസ്റ്റിവലാണ്, ഭക്ഷ്യമേളയുടെ മാസമാണ്. റമളാനിന് തുടങ്ങുമ്പോൾ തന്നെ പത്രത്തിന്റെ മുഴുവൻ പരസ്യങ്ങളും സമോസന്റെ പരസ്യമായിട്ടാണ് വരുന്നത്, പിന്നെ തുണികളുടെയും. അങ്ങനെ ഉണ്ണാനും ഉടുക്കാനും ആഘോഷിക്കാനും അർമാദിക്കാനുമുള്ള ഒരു മാസമായിട്ട് ഒരു സമൂഹം അതിനെ വിലയിരുത്തുമ്പോൾ വേറൊരു പറ്റം ആളുകൾ അതിനെ കാണാറുള്ളത് ഉണ്ണാനും ഉറങ്ങാനുമുള്ള ഒരു മാസമായിട്ടാണ്. എന്തെങ്കിലും ആണെങ്കിൽ ഈ മാസം ഒന്ന് കഴിയട്ടെ, ഈ മാസം ഒന്നും ശരിയാവില്ല, ഇതൊന്ന് ഉറങ്ങി തീർക്കാനുള്ള മാസമാണ്. രാവിലെ 8 മണിക്കും 10 മണിക്കും എഴുന്നേറ്റ് കടയിലേക്ക് ഉറക്കം തൂങ്ങിയ മുഖവുമായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കും, എന്ത് പറ്റി? ആ മൂപ്പർക്ക് നോമ്പാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങി തീർക്കാനുള്ള ഒരു മാസമാണ്. ഒരു ആലസ്യത്തിന്റെ, ഒരു ജഡത്വത്തിന്റെ, ഒരു സോമ്പേരിത്തനത്തിന്റെ, അങ്ങനെ പറയാം, പാലക്കാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുറച്ചുകൂടെ സോമ്പേരികളായിട്ടുള്ള ഒരു ശരിക്കും ഒരു മടിയന്മാരുടെ അലസന്മാരുടെ ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ ഇസ്ലാമിക ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന വിപ്ലവങ്ങളെല്ലാം തന്നെ അത് മുഴുവൻ പരിശുദ്ധ റമളാനിലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുകയില്ല. ഇപ്പൊ ഈ നോമ്പ് 17 ഇന്നലെ നമ്മളുടെ ഇടയിലൊക്കെ ഈ റമളാനിലെ ഈ ബദർ വലിയ ചർച്ചയായിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ യാത്രയിലുടനീളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നട്ടുച്ച വെയിലത്ത് 3 മണിക്ക് ജനങ്ങളിങ്ങനെ പോരാടുകയാണ്. എന്തിനെന്നറിയോ? ഈ നെയ്ച്ചോറും ബീഫും വാങ്ങാൻ. നെയ്ച്ചോറും ബീഫും വാങ്ങിയിട്ട് ആഘോഷിക്കാൻ ഒരു പറ്റം ആളുകൾ അവരുടെ രക്തവും ജീവനും നൽകിക്കൊണ്ട് ഒരു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വീണ്ടെടുത്ത, അതിനെ വിമോചിപ്പിച്ചെടുത്തതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി നട്ടുച്ച വെയിലത്ത് തിരക്കാൻ നിൽക്കുകയാണ് ഒരു സമുദായം. ഒരു സമുദായത്തിന്റെ അപജയത്തിന്റെ ഒരു ചെറിയ നേർക്കാഴ്ചയാണ് ഞാൻ പറയുന്നത്, വിമർശിക്കാൻ പറഞ്ഞതല്ല. എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ? അങ്ങനെ റമളാനെ പലരും പല കാഴ്ചപ്പാടിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ റമളാനെ വിശ്വാസികൾ കണ്ടത് അങ്ങനെയല്ല, ഇസ്ലാമിക സമൂഹം കണ്ടതും അങ്ങനെയല്ല. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ എന്ന് ആരംഭിച്ചുവോ അന്ന് തന്നെ അതിന് ശത്രുക്കളുണ്ട്. അന്ന് ലോകത്തിൽ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ അന്ന് മുതൽ തന്നെ ഹിസ്ബുള്ളയുമുണ്ട്, ഹിസ്ബുൽ ശൈത്താനുമുണ്ട്. ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പാർട്ടിയുണ്ട്, മറുഭാഗത്ത് ശൈത്താന്റെ പാർട്ടികളുമുണ്ട്. രണ്ടു കൂട്ടരും തമ്മിലുള്ള സംഘടനകളുടെ ചരിത്രമാണ് ഇസ്ലാമിക ഉടനീളം. ഇന്നും അത് തന്നെയാണുള്ളത്. ഇന്നും ഹിസ്ബുൽ ശൈത്താന് വളരെ ശക്തമായി നിലകൊള്ളുന്നു. അതിന് ഓശാന പാടുകയും അതിന് ഒത്താശ നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഇസ്ലാമിന്റെ വക്താക്കളും ഇസ്ലാമിക ഭരണകൂടങ്ങളും ഒക്കെയാണ് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചരിത്രത്തിലുടനീളമുള്ള അതിന്റെ ഗതിവിഗതികളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എന്നും ഇതുപോലുള്ള സംഘടനകളുടെ ഒരു ഭാഗത്ത് നമ്രൂദാണെങ്കിൽ, വേറൊരു ഭാഗത്ത് ഫിറഔനാണെങ്കിൽ, വേറൊരു ഭാഗത്ത് ഹാമാനാണെങ്കിൽ, വേറൊരു ഭാഗത്ത് അബൂജഹലാണെങ്കിൽ, പിന്നെ അത് ട്രംപായിട്ടും ഏറ്റവും ഒടുവിൽ ബൈഡനായിട്ടും അതേപോലെ നെതന്യാഹുവായിട്ടും അങ്ങനെയൊക്കെയുള്ള മോഡിയായിട്ടും അങ്ങനെ പല സാധനമായിട്ടും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു തുടർച്ചയാണ്. ഈ തുടർച്ച നിലനിർത്തുക സാധ്യമല്ല, അതിനെ അഴിച്ചുവിടുക, അതിനെ പ്രതിരോധിക്കാതിരിക്കുക സാധ്യമല്ല. ഇസ്ലാം എല്ലാ കാലത്തും അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്, പുനരുജ്ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചരിത്രമാണ് ഇസ്ലാമിലൊക്കെ ഉള്ളത്.
ഈ 17-ന് നമ്മൾ ഇതിനെ ഓർത്തുമ്പോൾ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്റെ സഹോദരങ്ങളോട്, കഴിഞ്ഞ നോമ്പ് 10 നിങ്ങളുടെ ഇടയിൽ കടന്നുപോയില്ലേ? നിങ്ങൾ വല്ലതും അറിഞ്ഞോ? നോമ്പ് 10-ന് എന്തോ സംഭവിച്ചിട്ടുണ്ടോ? ലോകത്ത് ചരിത്രത്തിൽ രക്തരഹിതമായ ഒരു വിപ്ലവം നടന്ന ദിവസമാണ് സഹോദര അന്ന്. അന്നാണ് ലോകത്ത് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ലിപികളാൽ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭവനം വിമോചിപ്പിച്ചെടുത്ത ഫതഹ് മക്ക നടന്നത് യഥാർത്ഥത്തിൽ ആ ദിവസങ്ങളിലായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തോ? ഈ ബദറിനേക്കാൾ എത്ര വലുതായിരുന്നു യഥാർത്ഥത്തിൽ അത്, എത്ര ചെറുതല്ല അത് എന്ന് ആലോചിച്ചു നോക്കുക. ഒരുപക്ഷെ ബദറിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അൻ-നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതല്ലേ? അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്രശിരസ്കനായി അങ്ങേയറ്റത്തെ ഭവ്യതയോടുകൂടി ലാളിത്യത്തോടുകൂടി വിധേയനായിക്കൊണ്ട് ആ ഗ്രാമത്തിലേക്ക്, ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവാചകനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് ആ ദിവസത്തിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഗത്യന്തരമില്ലാതെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി അവസാനം മദീനയിൽ നിന്ന് ഏതൊരു ഇസ്ലാമിനെയാണോ അവിടെ സംസ്ഥാപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാർ നിർമ്മിച്ച ആ ഗേഹം മുഴുവൻ, അതിന്റെ അകത്ത് മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടപ്പോൾ അത് മുഴുവൻ അവിടെ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയും ആ ഗേഹം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന വിപ്ലവാത്മകമായിട്ടുള്ള നടപടി നടന്നത് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ റമദാനിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുന്ന് രണ്ടാമതായിട്ട് നമുക്ക് നോക്കിയാൽ ഫതഹ് മക്ക, ഒന്ന് റമദാനിൽ ബദറാണെങ്കിൽ മറ്റൊന്ന് ഫതഹ് മക്കയാണ്. മൂന്നാമത്തതൊന്ന് ലോകത്തെ 600 വർഷം ആട്ടിപ്പടച്ച ഒരു സാമ്രാജ്യത്വ ശക്തി ഉണ്ടായിരുന്നു. അതിന് റോമ എന്നാണ് ആ സാമ്രാജ്യത്വ ശക്തിയുടെ പേര്. ആ സാമ്രാജ്യത്വ ശക്തിയെ തബൂക്കിലൂടെ അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദിനും അബൂ ഉബൈദിലൂടെയും റോമയെ തറപറ്റിച്ച യർമൂക്ക് യുദ്ധത്തിലൂടെയും ഒക്കെ തറപറ്റിച്ച ചരിത്രം നമുക്ക് പറയാം. അത് നമുക്ക് എടുത്തു നോക്കിയാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ പവറിനെ വരപ്പിച്ചുകൊണ്ട് അവര് പറഞ്ഞ ചൊൽപ്പടിക്ക് നിർത്തുകയും അള്ളാഹുവിന്റെ ദീനിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയും അതിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഈ മാസം തന്നെയായിരുന്നു. ഇത് അവർക്കൊരു ആലസ്യത്തിന്റെ മാസമായിരുന്നില്ല, അതേപോലെ ഒരു ജഡത്വത്തിന്റെ മാസമായില്ല, ഒരു ഉറക്കം തോന്നുന്ന മാസമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകത്തെ 250 വർഷം ഭരിച്ച വേറൊരു സാമ്രാജ്യത്വ ശക്തിയുണ്ട്. അവരുടെ കീഴിലായിരുന്നു ലോകം ആകെ ഞെരിഞ്ഞ് അമർന്നു പോയിരുന്നത്. ഒരുപാട് രാഷ്ട്രങ്ങൾ അവരുടെ കീഴിൽ കൊണ്ടു നടത്തിയിരുന്നു. അതാണ് പേർഷ്യ. ഈ പേർഷ്യയാണ് ഖാദിസിയയിലൂടെ സഅദ് ബിൻ അബീ വഖാസിന്റെ നേതൃത്വത്തിൽ ഖാദിസിയ യുദ്ധത്തിലൂടെ യഥാർത്ഥത്തിൽ വിജയിപ്പിച്ചെടുത്തത് അതും പരിശുദ്ധ റമദാനിലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 1242-ൽ മുഅ്തസിം ബില്ലാ അബ്ബാസിയ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ചെങ്കിസ് ഖാനും ഹലാക്കു ഖാനും അടക്കമുള്ള ആളുകൾ ഇസ്ലാമിക ഭരണത്തെ അങ്ങനെ അതിക്രമിച്ച് കയറി അവരെ നിഷ്പ്രഭമാക്കി നിഷ്കാസനം ചെയ്ത് അവിടെയൊക്കെ 10 ലക്ഷത്തോളം മുസ്ലിങ്ങളുടെ രക്തം ചാലിട്ടൊഴുകിയ, അങ്ങനെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം ആ നജഫിലും കർബലയിലും അതേപോലെ ബസറയിലും ഒക്കെ ആ മുസ്ലിങ്ങളുടെ രക്തം ചാലിട്ടൊഴുകിയ ഒരു കഥയുണ്ടായിരുന്നു, ഒരു കാലമുണ്ടായിരുന്നു, ഒരു ചരിത്രമുണ്ടായിരുന്നു. അത് താർത്താരികളുടെ ആക്രമണത്തിന്റെ കാലമാണ്. എന്നാൽ ആ താത്താരികളെ അതേപോലെ പറഞ്ഞ് കെട്ടുകെട്ടിച്ച ഒരു ഭാഗത്തിരുത്തിക്കൊണ്ട് അഴിജാലൂത്തിൽ വെച്ചുകൊണ്ട് ഇമാം സൈഫുദ്ദീൻ ഖുദ്സിന്റെ നേതൃത്വത്തിൽ, ഒരു നീഗ്രോ ആയിട്ടുള്ള ഇമാം സൈഫുദ്ദീൻ ഖുദ്സിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ പ്രഭാവം വീണ്ടെടുത്തതും ഈ പരിശുദ്ധ റമദാനിലാണ്. എന്ന് തീർന്നില്ല, ഏറ്റവും ഒടുവിൽ നമ്മുടെ കാലത്തിലേക്ക് വരിക. ഇന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും നൊമ്പലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെ മക്കളെ പിഴിഞ്ഞെടുക്കുന്ന, അവരെ പിഴിഞ്ഞ് ചാറുപിടിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും കിരാതനായ ഒരു ഭരണാധികാരിയെ ഈ ലോകത്ത് നിന്ന് ഇസ്ലാമിക ഗാത്രത്തിൽ നിന്നൊരു ക്യാൻസറിനെ പോലെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു യുദ്ധമുണ്ടായിരുന്ന സഹോദര നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് 1973-ൽ ഷഹീദ് സയ്യിദ് ഖുത്ബ് നടത്തിയ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു. അതിനെയാണ് ആംഗലേയ ചരിത്രകാരനായിട്ടുള്ള OP കന്നപോലം പറഞ്ഞത്, മതമൗലികവാദികളിൽ നിന്ന്, ആ ഫണ്ടമെന്റലിസ്റ്റുകളിൽ നിന്ന് ഇസ്രയേലിന് കിട്ടിയ അടിയാണ് ഏറ്റവും വലിയ അടി എന്ന് OP കന്ന തന്റെ ചരിത്ര വിവരണത്തിൽ എഴുതുന്നുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീന്റെ ഇടപെടലിനെ കുറിച്ച് നമുക്കറിയാം. അതും ഈ പരിശുദ്ധ റമദാനിലാണ്. അന്ന് ഫാറൂഖ് രാജാവ് എങ്ങാനും ഹസനുൽ ബന്നയെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അറസ്റ്റ് ചെയ്ത് നീക്കിയില്ലായിരുന്നുവെങ്കിൽ കെഞ്ചി ചോദിച്ചു, മണിക്കൂറുകൾ മാത്രം മതി,
മണിക്കൂറുകൾ മാത്രം മതി. അള്ളാഹുവിന്റെ ദീനിന്റെ ഈ ഗാത്രത്തിൽ ഇവിടെ വന്നിട്ടുള്ള ഈ ക്യാൻസറിനെ ഞങ്ങൾ മുറിച്ചു മാറ്റാം. അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അമേരിക്ക പറഞ്ഞത് എന്താണെന്നറിയോ ഫാറൂഖെ? ഏതാനും ആളുകൾ വന്നുകൊണ്ട് ലോകത്ത് സർവ്വ വറ്റും വളവും കുത്തി ഞങ്ങൾ വളർത്തിയെടുത്ത ഈ സാമ്രാജ്യത്തെ ശക്തിയെ, ഇത്രയും വലിയ ഇസ്രയേലിനെ അവൻ രക്ഷാവരപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവൻ നേരെ തിരിച്ചു വരുന്നത് നിന്റെ അടുത്തേക്കാണ്, നീ മനസ്സിലാക്കണം. ആയതുകൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല. ആയതുകൊണ്ട് മനസ്സിലാക്കുക, കയ്യോട് അവനെ പിടിച്ചു കെട്ടുക. അങ്ങനെ പിടിച്ചു കെട്ടിക്കപ്പെടുകയായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ഇന്ന് പലസ്തീനികൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടതില്ല. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആലസ്യത്തിന്റെ, ഒരു ജഡത്വത്തിന്റെ, ഒരു മടിയുടെ, ഒരു ശോഭേരിത്തനത്തിന്റെ, ഒരു ഭാഗത്ത് ഇങ്ങനെ ആലസ്യത്തോടെ ഒതുങ്ങിയിരിക്കുന്ന മാസമല്ല. മറിച്ച് ഇസ്ലാമിക വിപ്ലവങ്ങൾ നടന്ന, സക്രിയമായ ഇടപെടലുകൾ നടന്ന, ശക്തമായ മുന്നേറ്റങ്ങൾ നടന്ന, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തിരിച്ചു പിടിച്ച വല്ലാത്തൊരു മാസമാണ്. ആ മാസത്തിൽ ബദറിനെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ബദറിനെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ രണ്ട് സംഘങ്ങളെ നമുക്ക് കാണിച്ചു തന്നു. ഒന്ന്, നിങ്ങൾക്ക് ഒരു ഭാഗത്ത് കച്ചവട സംഘമാണ്, മറ്റൊരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി ഒരു കൂട്ടി വരുന്ന ആളുകളാണ്. നിങ്ങൾ അതിലെ ചെറിയ ഒരു സംഘത്തെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിച്ചതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയ പരീക്ഷണത്തിൽ നിങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് നിങ്ങളെ എന്നെന്നും ഈ കാഫിറുകളെ, ഇവരെ എന്നെന്നുമായിട്ട് നിഷ്പ്രഭമാക്കുവാനും നിശേഷം അവരുടെ വേരെടുക്കുവാനും അവന്റെ അടിവേരറുത്ത് അവനെ പിഴുതുമാറ്റുവാനുമാണ് പടച്ചതമ്പുരാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള ഒരു ഇടപെടലിന്റെ, അങ്ങനെയുള്ള ഒരു മുന്നേറ്റത്തിന്റെ ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ ബദർ എന്ന് നമുക്കറിയാം. ബദറിന്റെ ചരിത്രം പറയുക നമ്മുടെ നേരമില്ല, നമുക്കതിന് സമയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ടത് ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? ബദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറും ബീഫും വാങ്ങി നിന്ന് ആഘോഷിക്കാൻ മാത്രമുള്ളതാണോ? അത്ര ചെറുതായി കാണേണ്ട ഒന്നാണോ ബദർ? ആ ബദർ ഈ കാലഘട്ടത്തിലെ മുസൽമാനോട് ബദറിന് പറയാനുള്ളത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളത്? ഇതാണ് നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടത്. ആ അർത്ഥത്തിൽ ഒരു ഇസ്സത്തുള്ള ഒരു സമൂഹമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കേണ്ടവരാണ് നമ്മൾ. ആ നിലനിൽക്കുന്ന ഒരു ചരിത്രവും പശ്ചാത്തലവും നമുക്കുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഹുനൈൻ യുദ്ധം, ഹന്തക് യുദ്ധം, യർമൂക്ക് യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ യുദ്ധങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കാറുള്ളത്, ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത യുദ്ധക്കൊതിയന്മാരാണ്. വല്ലാത്ത യുദ്ധക്കൊതിയന്മാരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പള്ളിയുടെയും മദ്രസയ്ക്കും ഒക്കെ പിരിവ് വേണമെങ്കിൽ, ആളുകളെ പറഞ്ഞൊന്ന് പ്രകോപിപ്പിച്ചിട്ട് അവരുടെ കഴുത്തിലും കാതിലുള്ളത് ഊരിയെടുക്കണമെങ്കിൽ ബദറും ഉഹദും ഒക്കെ പറയണം. അങ്ങനെ നമ്മുടെ കാതികന്മാരുടെ വിഷയമായിരുന്നു ബദർ. ആളുകളുടെ പോക്കറ്റിലുള്ളത് ഇങ്ങോട്ട് എടുക്കുവാനുള്ള ഒരു വിഷയമായിരുന്നു ബദർ. ബദർ പടപ്പാട്ട് അതുപോലുള്ളത് കാഫിറിന്റെ നെഞ്ചത്ത് കുത്തി, പള്ളക്ക് കുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിജൃംഭിപ്പിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ പോക്കറ്റിലുള്ളത് ഇങ്ങനെ എടുക്കുവാൻ വേണ്ടി പ്രയോഗപ്പെടുത്തിയിരുന്ന സാധനമായിട്ട് ഈ സംഗതിയൊക്കെ മാറി. ഈ ബദർ യുദ്ധവും ഉഹദ് യുദ്ധവും ഒക്കെ ഇത് സാമാന്യ ജനങ്ങളിൽ എന്ത് ധാരണയാണ് ഉണ്ടായതെന്ന് അറിയാമോ? കാരണം നമ്മൾ ഇതൊക്കെ പബ്ലിക്കായിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്, പൊതുവായിട്ടാണ് ഈ മൈക്ക് വെച്ച് കേൾക്കുന്നത്. ഇവിടെയുള്ള പരിശുദ്ധ മുസ്ലിം അല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ യുദ്ധത്തിന്റെ കുറെ കഥകളെ പറയാനുള്ളൂ. ആയതുകൊണ്ട് ഇവന്മാരൊരു ഭീകരവാദികളും യുദ്ധക്കൊതിയന്മാരും ഒക്കെയാണ് എന്ന ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു വർത്തമാനവും ചിന്തയും അവരിൽ ഉണ്ടാക്കിയതിൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രതികൾ തന്നെയാണ്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു പരിധി വരെ നമ്മളതിന് കാരണക്കാരായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, ബദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ എടുത്തെറിയപ്പെട്ടതായിരുന്നു. അവരങ്ങേയറ്റം ക്ഷമിച്ചു. അവിടെ പ്രയാസപ്പെട്ട ഓരോ ബിലാലും അമ്മാറും യാസറും അതുപോലുള്ള കുടുംബങ്ങളും ഒക്കെ അനുഭവിച്ച വേദനകളൊക്കെ നമുക്കറിയാം. അവരൊക്കെ അവസാനം വന്ന് പ്രവാചകനോട് അവരുടെ വ്രണങ്ങൾ, പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ, ശരീരം ചീഞ്ഞു പോയിട്ടുള്ള അവസ്ഥയിലുള്ള ശരീരവ്രണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് റസൂലിനോട് ചോദിച്ചു, എന്റെ പൊന്നാര റസൂലെ, ഈ ദുരവസ്ഥയിൽ ഞങ്ങളെങ്ങനെ വിട്ടേക്കണോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആയിരൊന്നുകൂടെ? ഞങ്ങൾക്കൊന്ന് സഹായം, റബ്ബിന്റെ സഹായം ഒന്ന് ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ ചാരത്തിരുന്ന പ്രവാചകനോട് വന്ന് ചോദിച്ച സന്ദർഭങ്ങളൊക്കെ അറിയാം. അന്നും പ്രവാചകൻ തിരിച്ചു പറയാൻ പറഞ്ഞില്ല.
തിരിച്ചൊന്നും ചെയ്തില്ല. തിരിച്ചൊന്നും ചെയ്യാൻ അന്നും കഴിവും കരുത്തും കെൽപ്പുമുള്ള ആൺകുട്ടികൾ അവിടെയുണ്ട്. ഹംസയെ പോലുള്ള, ഉമറിനെ പോലുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ അതുമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം അവർ ആ നാട് വിട്ട് ഓടിച്ചു അവരെ. അതിനും അവര് ആ നാട്ടിൽ ഇവിടെ പ്രയാസമാണെങ്കിൽ ഇവിടെ നിന്ന് മദീനയിലേക്ക് പോകാം. അങ്ങനെ നാടുകടത്തൽ അവർ വിധേയമായി. അതിനുശേഷം അവിടെ ചെന്നതിനും അവർക്ക് സ്വൈരമില്ലാതായപ്പോൾ പരിശുദ്ധ ഹറമിലേക്ക് ഒരു ഉറയ്ക്ക് പോലും വരാൻ പറ്റാത്ത വിധം അവരെ തടുത്തപ്പോൾ അവർ വന്നിട്ട് അവസാനം ഒരു ഹുദൈബിയ സന്ധിക്ക് വേണ്ടി തയ്യാറായി. ആ സന്ധിയിലും അവസാനം ആ സന്ധിയുടെ വാഗ്വാദങ്ങളും അവർ പാലിച്ചില്ല. അവസാനം ഇവർക്ക് ഒരർത്ഥത്തിലും സ്വൈരമില്ലാതായപ്പോൾ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവരുടെ മാർഗമാണ്, അവരുടെ സിറിയയിലേക്കുള്ള മാർഗമാണ് മക്ക, മദീന. ആയതുകൊണ്ട് മദീനയിൽ നിന്നുകൊണ്ട് ഇവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഇവരെ വല്ലാതെ മെക്കിട്ടെടുക്കും, ഇല്ലാതെ മെക്കിട്ട് കയറി കളയും. ആയതുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയപ്പെടുത്തൽ മാത്രം. ഞങ്ങൾക്ക് മക്ക നിങ്ങൾ തടയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ഹറമ നിങ്ങൾ തടയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സിറിയയുടെ മാർഗവും ഞങ്ങൾ തടയുമെന്ന് പറയാതെ പറയുവാനും ഒന്ന് ഭയപ്പെടുത്തുവാനും ഇടപെടൽ മാത്രമാണ് പ്രവാചകൻ നടത്തിയത്. പക്ഷെ അതില് അബൂ സുഫിയാന്റെയും അതേപോലെ തന്നെ അബൂജഹലിന്റെയും കുബുദ്ധിയുമില്ലാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായത്, ഈ യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത് എന്ന് ചരിത്രം ഏറെ നമ്മൾ കേട്ടതാണ്, നമുക്കറിയുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 70 ലക്ഷം പേരാണ് എവിടെ മരിച്ചതെന്ന് അറിയാവോ? ഒന്നാമത്തെ ഫസ്റ്റ് വേൾഡ് വാർ, ആദ്യത്തെ ലോകമഹായുദ്ധത്തിൽ മരിച്ചത് 70 ലക്ഷം പേരാണ്. 1 കോടിയിലധികം പേരാണ് സെക്കൻഡ് വേൾഡ് വാറിൽ ഹിരോഷിമയും നാഗസാക്കിയിലും ഒക്കെ ബോംബ് വർഷിച്ചുകൊണ്ട് 1 കോടിയിലധികം ആളുകളെ കൊന്ന ഒരു യുദ്ധമാണ്. അതിനെ മഹായുദ്ധം എന്നാണ് പറയുന്നത്. മഹായുദ്ധം എന്നാണ് പറയുന്നത്. ഒരു ഭീകര യുദ്ധമായി പറയേണ്ട സാധനത്തെ മഹായുദ്ധം എന്ന് പറയുന്ന മഹത്തായ ഒരു സംഭവമായിട്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം, ഞാനും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ മാർക്ക് കിട്ടാൻ വേണ്ടി തലകുത്തി തലകീഴായി ഇരുന്ന് പഠിച്ച വിപ്ലവങ്ങളാണ് റഷ്യൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും ഒക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന് സഹോദര 60 ലക്ഷം ആളുകളെയാണ് കൊല്ലുതി കൊടുത്തത്. അവിടുന്ന് 1 കോടിയിലേറെ ആളുകൾ മരിച്ചിട്ടാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് ബോൾഷെവിക് വിപ്ലവങ്ങളോ അതുപോലുള്ള വിപ്ലവങ്ങളൊക്കെ നടന്നത് എന്നൊന്നും നമുക്ക് ചരിത്രത്തിൽ അറിയാം. അപ്പോ ഈ യുദ്ധങ്ങളിലൊക്കെ നടന്നത് കോടികളാണ് മരിച്ചത്, ലക്ഷങ്ങളാണ് മരിച്ചത്. 10,000-ങ്ങളല്ല, 1000-ങ്ങളല്ല, ലക്ഷത്തിന്റെയും കോടിയുടെയും ജീവനാശം സംഭവിച്ച അവരൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് സമാധാനവാദികളും 2 യുദ്ധത്തിലും കൂടെ ആകെ 100-ൽ താഴെ ആളുകളാണ് മരിച്ചത്. 2 വിഭാഗത്തിൽ നിന്നും കൂടെ ആകെ. ബദറില് മുസ്ലിങ്ങളിൽ നിന്നും കുഫാറുകളിൽ നിന്നും കൂടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ 100-ൽ താഴെ ആളുകൾ മാത്രം മരണപ്പെട്ട ആ ബദറിനെ ഒരു മഹാസംഭവമായിട്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് കാശ് എടുക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ, നമ്മുടെ ഉദരപൂരണത്തിനുള്ള ഒരു മാർഗമായിട്ട് ബദറിനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഗുരുതരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു ശക്തമായ പങ്ക് നിങ്ങൾ വഹിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുകയില്ല, അതൊരു വസ്തുതയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മർദ്ദനവും പീഡനവും ഉപരോധവും അതിന്റെ അപ്പുറത്ത് നാടുകടത്തലും അതിന്റെ അപ്പുറത്ത് സന്ധി സംഭാഷണങ്ങളും എല്ലാം പരാജയപ്പെട്ടതിന് ശേഷം ഇനിയും നിന്നുകൊടുക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ കഅബത്തുള്ള അത് വിമോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ നടത്തിയ ഒരു മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബദറിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം യഥാർത്ഥത്തിൽ ഞാൾബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ സംഖ്യബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ വിഭവത്തിന്റെ ആധിക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ വിജയം. അതിനപ്പുറത്ത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾ ഏറ്റെടുത്ത ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വിജയമുണ്ടാവുക. ആയതുകൊണ്ട് എണ്ണം ഒരിക്കലും വിജയത്തെ തീരുമാനിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രം ഉടനീളം അങ്ങനെ തന്നെയാണ്. എണ്ണമല്ലാതെ എണ്ണത്തിൽ വണ്ണം വെച്ചുകൊണ്ട് എണ്ണത്തിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഉഹദിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ആ എണ്ണത്തിലല്ല, അതിനപ്പുറം പടച്ചതമ്പുരാന്റെ ഇതിലുള്ള സമർപ്പണത്തിലും അവരിൽ നിന്നുള്ള സവിശേഷമായ സഹായത്തിലുമാണ് നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ കരീം, അല്ലാഹുവിൽ നിന്നുള്ള സവിശേഷമായ സഹായവും വിജയവും ഇതാ സമീപസ്ഥമായിരിക്കുന്ന പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം
അല്ലാഹു വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലത്തും ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരായിരുന്നു ബദറിൽ? നിങ്ങൾ വളരെ ചെറിയ ഒരു പിടി ആളുകൾ മാത്രമായിരുന്നു അവിടെ. നിങ്ങൾ വിഭവം കൊണ്ട് വളരെ ശുഷ്കമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ പരിക്ഷീണിതരായിരുന്നു. നിങ്ങളുടെ സഖ്യശക്തികളാകട്ടെ, നിങ്ങളുടെ ശത്രു സംഘമാകട്ടെ, അവർ സർവായുധ വിഭൂഷിതരായിരുന്നു. എല്ലാ അർത്ഥത്തിലും അവരാട്ടും പാട്ടവും അതുമായി തന്നെ ആയിട്ട് അർമാദിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമൊക്കെ ആ വസ്ത്ര വിഭൂഷിതരായിക്കൊണ്ടാണ് അവർ ഇറങ്ങി വന്നത്. അവരുടെ എല്ലാ വിഭവങ്ങളും അവരുടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒന്നും ഉണ്ടായിരുന്ന വലഖദ് നസറല്ലാഹു ബി ബദ്രിൻ, അള്ളാഹുവിന്റെ സഹായമാണ് നിങ്ങൾക്ക് ബദറിൽ ഇറങ്ങിയത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ വളരെ ശുഷ്കമായ സമയത്ത് അങ്ങനെയാ. മുസ്ലിങ്ങൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 313 ആളുകളാണ്. അതാണ് ഇപ്പൊ 313 പോത്തിലേക്ക് മാറിയിട്ടുള്ളത്. 313 എന്ന് പറയുന്ന ആ എണ്ണത്തെ പത്തിരിയിലേക്കും പോത്തിലേക്കും ഈ സമുദായം ചേർത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാ ഒരു സമൂഹത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു നാശപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഹിമ്മത്തുഹും ബുത്തൂനുഹും, വയർ അവരുടെ ലക്ഷ്യമായി മാറിക്കഴിഞ്ഞാൽ, വയറുകൊണ്ട് മാത്രം ആമാശയം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം എടുക്കാനും കൊടുക്കാനും ഇല്ല. അങ്ങനെ പോവുകയാണ്. 313 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള നമ്പറല്ല. ആ ജീവനും കൊടുക്കാൻ തയ്യാറായ, ജീവത്യാഗത്തിന് തയ്യാറായ ഒരുപറ്റം ആളുകളുടെ, ഒരുപറ്റം പുരുഷ കേസരികളുടെ നമ്പറായിരുന്നു അത്. അങ്ങനെ 313 ആണെങ്കിൽ അപ്പുറത്ത് 1000 പേരായിരുന്നു. ഇവിടെ 70 ഒട്ടകമാണെങ്കിൽ അവിടെ 700 ഒട്ടകമായിരുന്നു, 10 ഇരട്ടിയായിരുന്നു. ഇവിടെ 2 കുതിരയാണെങ്കിൽ അവിടെ 100 കുതിരയായിരുന്നു. ആയുധവും പടച്ചട്ടയും എല്ലാം തന്നെ കുറവ്. ഇതൊന്നുമില്ല. യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത ഒരുപറ്റം ആളുകൾ. അങ്ങനെയുള്ള കുറെ ആളുകളാണ് നാടും വീടും വിട്ട് അവിടെ നിന്ന് ഓടി വന്ന മുഹാജിറുകൾ. അവർക്ക് വേണ്ടി എല്ലാം കൊഴുത്തു കൊടുത്ത് കയ്യിലൊന്നുമില്ലാതെ ഇരിക്കുന്ന അൻസാരികൾ. വളരെ പ്രയാസകരമായ ഈ ദുരവസ്ഥയിൽ അവർ ആ യുദ്ധത്തിലേക്ക് ആദ്യത്തെ നോമ്പിൽ എടുത്തെറിയപ്പെടുകയാണ്. ആ മോമിനുകൾ നോമ്പ് നോറ്റുകൊണ്ട് അവര് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായിട്ട് അവർ ഇറങ്ങിത്തിരിച്ചു 150 കിലോമീറ്റർ 160 കിലോമീറ്റർ ആണ് മദീനയിൽ നിന്നും ബദറിലേക്കുള്ള ദൂരം. ഈ 160 കിലോമീറ്റർ ഇന്നത്തെ മാതിരി വാഹനങ്ങളില്ല. എല്ലാവർക്കും പോകാനുള്ള വാഹനങ്ങളില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ എത്ര 70 ഒട്ടകവും അതേപോലെ തന്നെ 2 കുതിരയും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. 313 ആളുകൾക്ക് കൊണ്ട് പോരേണ്ടതുണ്ട്. ഒരു ഒട്ടകത്തിൽ 3 പേരാണ് യാത്ര ചെയ്യുക. എങ്ങനെ? ഒരാൾ യാത്ര ചെയ്യുന്നു, 2 ആൾ നടക്കുന്നു. പിന്നെ ഒരാൾ കയറുന്നു, പിന്നെ 2 ആൾ നടക്കുന്നു. അങ്ങനെ 3-ാമൻ കയറുന്നു, വീണ്ടും 2 ആൾ നടക്കുന്നു. അങ്ങനെ ഊഴമിട്ടുകൊണ്ട് നടന്നുകൊണ്ട് അവര് കൊണ്ടെത്തുകയാണ് ഇങ്ങോട്ട് ബദറിനെ നോക്കിക്കൊണ്ട്. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമെത്തിയത്. പ്രവാചകരെ, താങ്കൾ ഇറങ്ങണ്ട, താങ്കൾ യുദ്ധം നയിക്കാനുള്ള ആളാണ്, താങ്കൾ മുന്നിൽ നിൽക്കണം. ഒരു ലാത്തി ചാർജ് നടന്നു കഴിഞ്ഞാൽ നേതാക്കന്മാര് സ്കൂട്ടായിട്ടുണ്ടാവും, ഇല്ലേ? അതാണല്ലോ പുതിയ ഭാഷ. ഉണ്ടാവില്ല. അവര് പറഞ്ഞ് പ്രചരിപ്പിച്ച് മുമ്പിൽ നിർത്താനൊക്കെ ആളുണ്ടാവും, പക്ഷെ നെല്ലും കൂടെ നേരിടാൻ ആളുണ്ടാവില്ല. അതാണ് പാർട്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പ്രവാചകൻ പറഞ്ഞത്, കാലിൽ മണ്ണു പുരണ്ടുകൊണ്ടുള്ള ആ പ്രതിഫലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും അതിന് അത്യാവശ്യക്കാരനാണ്, എനിക്കും നടക്കണം, ഞാനും നടക്കും. നിങ്ങളെക്കാൾ ആരോഗ്യം കുറവുള്ള ആളൊന്നുമല്ല ഞാൻ, എനിക്കും നടക്കണം, എനിക്കും കാലിൽ മണ്ണ് പുരണ്ട അതിന്റെ ഇത് വേണ്ടതുണ്ട്, ആ പ്രതിഫലം വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചുകൊണ്ട് 130-160 കിലോമീറ്ററുകൾ നടന്ന് അവർ ബദറിലെത്തുകയാണ്. ബദറിൽ വന്നിട്ട് ഇനി അള്ളാഹുവിന്റെ സഹായം വേണം. അവർക്ക് സാധ്യമാകുന്നതെല്ലാം അവർ സമാഹരിച്ചു. ഇനി അവരുടെ ഒറ്റ ഉള്ളത് അള്ളാഹുവിന്റെ സഹായം അല്ലാതെ വേറൊന്നുമില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് 16 രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് 2 കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശ് ഖദ് അത്തത ഫി ഹയലാഹിഹാ തുഹാവിലു അൻ തുകദിബ റസൂലക്. പടച്ചതമ്പുരാനെ, ഇതാ ഖുറൈശികൾ വന്നിരിക്കുന്നു, നിന്റെ പ്രവാചകനെ കളവാക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ഭൂമുഖത്തിൽ നിന്ന് പിടിതേറുവാൻ. പടച്ചതമ്പുരാനെ, ഞങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്തതിന്റെ ഒരു സഹായമുണ്ടല്ലോ, അത് നീ ഇപ്പോൾ ഇറക്കി തരണം ഞങ്ങൾക്ക്. അതിന് അത്യാവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞു. ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഇന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബേ, ഇവിടെ എങ്ങാനും ഈ ദിവസം നശിപ്പിച്ചാൽ
ഫിൽ അർദി അബദാ. അല്ലാഹുവേ, പിന്നെ ഈ ദുനിയാവിൽ നിന്നെ വണങ്ങാനും വഴങ്ങുവാനും നിന്റെ പേരുച്ചരിക്കുവാനും ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു രംഗമുണ്ട്. ആ പ്രവാചകന്റെ ഉദരീയം തലയിലുള്ള തട്ടമങ്ങ് താഴോട്ട് വീണു. പ്രവാചകൻ കൊമ്പിട്ട് കൈയിങ്ങനെ നിവർത്തി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ അപ്പോ പ്രവാചകന്റെ അനുചരനായ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പേടിയാവുന്നു, അബൂബക്കറിന് പേടിയാവുകയാണ്, അള്ളാഹുവിന്റെ വല്ല ശിക്ഷയും ഇറങ്ങിയേക്കുവോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ അങ്ങേറ്റത്തെ കരളനീക്കുന്ന പ്രാർത്ഥനയിൽ വിചർമ്മിതനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹസ്ബക യാ റസൂലല്ലാഹ്, എന്റെ പൊന്നാര റസൂലേ ഒന്ന് നിർത്ത്, താങ്കൾ അല്ലാഹു, താങ്കൾ മതിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. എന്തുമാത്രമുള്ള ഒരു മുൾമുനയിലാണ് ആ സമൂഹം നിന്നത്. ആ ഘട്ടത്തെയാണ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയേണ്ടതിന്റെ സഹോദരന്മാരെ. ഇവിടെ നിന്നുകൊണ്ട് നമുക്കറിയാം അവിടെ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു, മരണത്തിലേക്ക് തന്നെ ഇറങ്ങുകയായിരുന്നു. എന്തായിരുന്നു ബദറിന് കാരണം? ബദർ എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവം, വലിയ ഒരു പോരാട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ ഒന്നും പ്രവാചകനും സ്വഹാബത്തും അവരെ ഒന്നും നഷ്ടപ്പെടുത്താൻ പോയിട്ടില്ല, അവരിലേക്ക് ഒന്നും പ്രയാസമുണ്ടാക്കിയിട്ടില്ല, അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ പോയിട്ടില്ല, അവരുടെ അധികാരം പിടിച്ചെടുക്കാൻ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോടികളും ലക്ഷങ്ങളും ഭരിച്ച യുദ്ധങ്ങള്, ഒന്നാം ലോക മഹായുദ്ധമാകട്ടെ, ബോൾഷെവിക് വിപ്ലവമാകട്ടെ, നവംബർ വിപ്ലവമാകട്ടെ, റഷ്യൻ വിപ്ലവമാകട്ടെ, ഫ്രഞ്ച് വിപ്ലവമാകട്ടെ, ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അധികാരം പിടിച്ചെടുക്കുവാൻ, ഭൂമി പിടിച്ചെടുക്കുവാൻ, അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി നടന്ന വിപ്ലവങ്ങളായിരുന്നു ചരിത്രത്തിലേറെയും. പക്ഷെ ഇവിടെ അതല്ല, ഭൂമി പിടിച്ചെടുക്കാനല്ല, അധികാരം സ്ഥാപിച്ചെടുക്കാനല്ല, അതിനൊന്നുമല്ല. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അസീസും ഹമീദുമായ റഹ്മാനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നതല്ലാത്ത ഒരൊറ്റ തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ കാര്യമാണ് ഞങ്ങൾ ആകെ കൂടെ ചെയ്തത്, ആ റബ്ബിൽ വിശ്വസിച്ചു. ആ പടച്ച തമ്പുരാനെ ജീവിതത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിധികർത്താവാക്കി, അവനെ നമ്മുടെ വക്താവാക്കി. ആ പടച്ച തമ്പുരാൻ എന്താണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ജീവിക്കാൻ. നിങ്ങളുടെ മാമൂലുകളും നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങൾ കൊണ്ടുവരുന്ന സമ്പ്രദായങ്ങളും ഒക്കെ അങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെയും പ്രവാചകന്റെ കാഴ്ചപ്പാടുകളെയും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം നയിക്കണം, രചിക്കണം എന്ന് പറഞ്ഞതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ആ തെറ്റാണോ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? അവർ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ തെറ്റ് മാത്രമേ അവർ ചെയ്തുള്ളൂ. അതായിരുന്നു അവരുടെ ശത്രുതയുടെ ഭാഗം. നമ്മളും ഇന്ന് ബദറിന്റെ ഒരു മുഖത്താണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ബദറിന്റെ മുഖത്താണ്. അവിടെ സഖ്യകക്ഷികൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെതിരെ ഈ ഒരു സമൂഹത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി CIA പോലുള്ള അതുപോലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളുമായിട്ട് പോവുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ള EDയെയും ഇലക്ഷൻ കമ്മീഷനെയും അതുപോലുള്ള സാധനങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്ന ആളുകളുടെ ഫണ്ട് വരെ തട്ടിയെടുത്തുകൊണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു ഇഞ്ച് അനങ്ങാൻ പറ്റാത്ത വിധം സകലരെയും ജയിലിലടച്ചുകൊണ്ട് ആരൊക്കെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നോ അവരുടെയൊക്കെ നോട്ടീസ് അയച്ചുകൊണ്ട് ശക്തമായൊരു യുദ്ധമുഖത്ത് യഥാർത്ഥത്തിൽ ഇന്ന് വന്ന് നിൽക്കുകയാണ്. ഇവിടെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ മാത്രമാണ്. പ്രതിസ്ഥാനത്ത് ഇന്നലെ ഞാൻ വായിച്ച ഒരു വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളുടെ CIA സർട്ടിഫിക്കറ്റ് കിട്ടുക ഒരു പള്ളിയിലച്ഛന്റെ കത്ത് മതി. ഒരു പള്ളിയിലച്ഛൻ പറയുകയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് പുതിയ ഓർഡറുകൾ വരെ തയ്യാറാക്കിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വായിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ടാർഗറ്റ് ചെയ്യുന്ന ഒരൊറ്റ വിഭാഗം മാത്രം, നിങ്ങളെ മാത്രം. നിങ്ങൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുവാൻ എന്താണ് കാരണം? അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണോ കാരണം? ഞങ്ങൾ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ചു പോയി എന്നുള്ളതാണോ കാരണം എന്ന് ചോദിച്ചാൽ അതല്ല. അതിന്റെ പേരിലല്ല. വംശീയതയുടെ പേരിൽ, നിങ്ങളുടെ ഒരു മതത്തിന്റെ പേരിൽ, നിങ്ങളുടെ ഒരു ജാതിയുടെ പേരിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നിഷ്കാസനം ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇസ്ലാമായതിന്റെ പേരിലല്ല. ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പലിശരഹിത സംവിധാനങ്ങൾ ധാരാളം ആരംഭിച്ചുകൊണ്ട് ഈ രാജ്യത്തുടനീളം പലിശരഹിതമായ സംവിധാനം നടന്നു. ആയതുകൊണ്ട് അവരുടെ ഫിനാൻസ് സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടി, അവരുടെ വട്ടിക്കടകൾ മുഴുവൻ പൂട്ടി, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടേണ്ടി വന്നു. ആയതുകൊണ്ട് ഈ മുസ്ലിങ്ങൾ അവിടെ വെച്ചേക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ നശിപ്പിക്കുന്നത് ഇവന്മാരാണ്, ഇവരുടെ പലിശരഹിത വ്യവസ്ഥയാണ് ഇതിന് അടിസ്ഥാനമായ കാരണം. ആയതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ എവിടുന്ന് മാറ്റണം. ഇതാണോ നമ്മൾക്കെതിരെയുള്ള പ്രശ്നം എന്ന് പഠിക്കേണ്ടതുണ്ട്. ആയണോ? അല്ല.
മനോഹരമായ ഒരു ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ ഇവിടെ എല്ലായിടത്തും നിൽക്കുന്നു. മുസ്ലിങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യമില്ല, അവരിൽ സമ്പൽ സമൃദ്ധമാണ് അവരുടെ മഹലുകൾ. ആയതുകൊണ്ട് തന്നെ ആളുകൾ, ഈ ദരിദ്രനാരായണന്മാരായ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു ആശ്വാസം തേടിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് അതാ കയറിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ അതിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ വേണം വെട്ടിത്തേക്കാൻ പറ്റില്ല, ആയതുകൊണ്ട് ഇവരെ പുറത്താക്കട്ടെ. അതാണോ കാരണം? യഥാർത്ഥത്തിൽ ഇസ്ലാം ഉള്ളതാണോ കാരണം? ഇസ്ലാം ഇല്ലാത്തതാണോ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ ഈ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഇസ്ലാം നമ്മളിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചൊരു നാടാണിത്. അവരുടെ സഹോദരിമാരെ വേടി കഴിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തന്നെ തുടരണമെന്ന് പറഞ്ഞ ഒരു രാജ്യമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങളിൽ ഇസ്ലാം ഉണ്ടായിരുന്നു, ഇസ്ലാമിന്റെ മനോഹരമായ വെളിച്ചം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പാടില്ലാത്ത ആളുകളാണ് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊരു തെരുവ് തണ്ടിയായ ഒരു പയ്യനെ എല്ലാവരും പിടിച്ചടിക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തതുപോലെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെ ഇതെല്ലാം നടക്കുമ്പോൾ ശക്തമായ ഒരു ഇടപെടലിന്, ശക്തമായി നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ നിങ്ങൾ കൊടിയും വടിയും എടുത്തുകൊണ്ട് നിങ്ങൾ വളർത്തുന്ന, നിങ്ങളുടെ സംഘടന നിങ്ങളുടെ കാശ് കൊടുത്തുകൊണ്ട് നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ, നിങ്ങളുടെ പാർട്ടികളുടെ നേതാക്കൾ പോലും നാവ് പൊന്തുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയേണ്ട രൂപത്തിൽ പറയാൻ അവർക്ക് തയ്യാറാകുന്നില്ല. അവർക്ക് വേറെ ചിലരെ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ സ്ഥാനങ്ങളും മാനങ്ങളുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ഈ ബദറിന്റെ അങ്കണത്തിൽ നമുക്ക് വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ വികലമാക്കി, മോശമാക്കി എവിടെയൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ടോ അതിനെതിരെയാണ് നമ്മൾ ബദർ നടത്തേണ്ടത്. ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചെടുക്കുന്ന രൂപത്തിൽ, ഇസ്ലാമിന്റെ ഒരു മനോഹരമായ ഒരു മുഖത്തെ വികൃതമാക്കുന്ന രൂപത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നുവോ അതിനെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് സാധ്യമാകുന്ന എല്ലാ മീഡിയകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതല്ല ഇസ്ലാം എന്നും ഇസ്ലാം ഇന്നതാണെന്നും ശക്തമായി പറയുവാൻ കഴിയണം. നോക്കുക, നിറത്തിന്റെ പേരിൽ ഈ കാലഘട്ടത്തിൽ ഒരു കാലത്ത് നമ്മൾ വിചാരിച്ച് ഐ കാൺ ബ്രീത്ത് എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം തന്നെ നടന്നു. ഇവിടെ അമേരിക്കയിൽ ഒരു കറുത്ത വർഗക്കാരനെ ചവിട്ടി കൊന്നപ്പോൾ, ശ്വാസം മുട്ടിച്ച് കൊന്നപ്പോൾ ഒരു രാജ്യത്ത്. പക്ഷേ അതാണ് അമേരിക്കയിൽ. പക്ഷേ ഇവിടെ ഇന്ന് ഭാരതത്തിൽ എന്ത് സംഭവിച്ചു, കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വർണ്ണത്തിന്റെ പേരിൽ പോലും, ജാതിയുടെ പേരിൽ പോലും മനുഷ്യരെ തട്ടുതിരിക്കുന്നത് പരസ്യമായിട്ട്, അവരുടെ ആ ജാഹിലിയത്ത് പരസ്യമായി പുറത്തു വരുന്ന ഈ സന്ദർഭങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. കാഷ്യസ് ക്ലേ മുഹമ്മദിലെ ആയതും ദീനിലേക്ക് വന്നതും അവർക്ക് നൽകപ്പെട്ട സ്വീകാര്യതയും ഒക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെ മനോഹരമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ജിഹാദ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക സമൂഹത്തിനുള്ള ഇസ്ലാം പറയുന്ന രൂപത്തിൽ ഒരു മനോഹരമായ ഒരു വ്യവസ്ഥയായിട്ട് ജീവിച്ച് മരിച്ച് കാണിക്കുക, അങ്ങനെ തന്നെ മരിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ജിഹാദ്. അതിനുവേണ്ടി ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരും, ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരും, ചിലതൊക്കെ ക്ഷമിക്കേണ്ടി വരും, ചിലതൊക്കെ സഹിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. ഇതിനേക്കാൾ വലിയ നഷ്ടങ്ങളും ഇതിനേക്കാൾ വലിയ വിലയും നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബകൾ ബദറിലൂടെ, ഉഹദിലൂടെ, ഖന്ദഖിലൂടെ, ഹുനൈനിലൂടെ, തബൂക്കിലൂടെ, യർമൂക്കിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ഇസ്സത്ത് നേടിയെടുത്തതെങ്കിൽ അത്രയൊന്നും വലിയ വേദനയൊന്നും നമ്മൾക്ക് സഹിക്കേണ്ടതില്ല. നമുക്ക് നന്മ ചുരുങ്ങിയത് ഈ കാണപ്പെടുന്ന ഈ എല്ലാ അർത്ഥത്തിലുള്ള അനാചാരങ്ങളോടും ഈ മാമൂലുകളോടും അതുപോലുള്ള ഈ വ്യവസ്ഥിതികളോടും ഒക്കെ ഒന്ന് നോ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ ചാലിച്ചെടുത്ത ഒന്നാക്കി കാണിച്ചു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ പരിശുദ്ധ ദീൻ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും, ഇത് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളിവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് ബദർ യഥാർത്ഥത്തിൽ നമുക്ക് തന്ന സന്ദേശം. ആ അർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.